കണ്ണൂർ മലപ്പട്ടത്ത് സാമ്പത്തിക തട്ടിപ്പ് കേസിലെ പ്രതിയെ പിടികൂടാനെത്തിയ പോലീസിനെ പ്രതി ആക്രമിച്ചതായി കേസ്. മലപ്പുറം മങ്കട സിഐയുടെ പരാതിയിൽ മയ്യിൽ പോലീസാണ് കേസെടുത്തത്. പോലീസ് വീട്ടിൽ കയറി അതിക്രമം കാണിച്ചെന്ന് പ്രതി സുഹേലിന്റെ കുടുംബം ആരോപിച്ചു. കസ്റ്റഡിയിലിരിക്കെ ടോയ്ലറ്റ് ക്ലീനർ കുടിച്ച പ്രതിയെ പരിയാരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ദിവസമാണ് മലപ്പുറം അടൂരിലെ സുഹേലിന്റെ വീട്ടിൽ നാടകീയമായ സംഭവങ്ങൾ അരങ്ങേറിയത്. മങ്കട സ്റ്റേഷനിൽ 4 മാസം മുമ്പ് സുഹേലിനെതിരെ വിസ തട്ടിപ്പ് പരാതി ലഭിച്ചിരുന്നു. ഫോണിൽ വിളിച്ച പോലീസ് സുഹേലിനോട് സ്റ്റേഷനിൽ ഹാജരാകാൻ പറഞ്ഞുവെങ്കിലും അസഭ്യം പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. പിന്നീട് നിരന്തരം ശ്രമിച്ചുവെങ്കിലും ഇയാളെ ബന്ധപ്പെടാനായില്ല. തുടർന്നാണ് നേരിട്ട് നോട്ടീസ് നൽകാൻ മങ്കട സിഇ ഉൾപ്പെടെ 3 പോലീസുകാർ വീട്ടിലെത്തിയത്. വന്നത് പോലീസാണെന്ന് മനസ്സിലായ സുഹേൽ ഇവർക്ക് നേരെ തിരിഞ്ഞു. വീട്ടിലുണ്ടായിരുന്ന ട്രോഫി ഉപയോഗിച്ച് പോലീസുകാരന്റെ തലയ്ക്കടിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ. പോലീസുകാരന് അടികൊണ്ട് തലയിൽ മുറിവ് പറ്റിയതോടെ സുഹേൽ ഓടി മുറിയിൽ കയറി വാതിലടയ്ക്കാൻ ശ്രമിച്ചു. ഈ സമയം പോലീസ് ഇയാളെ പിടിച്ചുവെക്കുകയും കൈ പിറകിലാക്കി തുണി കൊണ്ട് കെട്ടുകയും ചെയ്തു. ഇത് വീട്ടുകാർ ചോദ്യം ചെയ്തിരുന്നു. പ്രതി അക്രമാസക്തനായതോടെ മയ്യിൽ പോലീസിൽ വിവരമറിയിക്കുകയും പോലീസ് എത്തി സുഹേലിനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. തുടർന്ന് സ്റ്റേഷനിലെത്തിച്ചപ്പോഴാണ് ടോയ്ലറ്റ് ക്ലീനർ കുടിച്ചത്. ഉടൻ തന്നെ സുഹേലിനെ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചു. ഓൺലൈൻ ഗെയിമിംഗിന്റെ ഉൾപ്പെടെ ഭാഗമായി സുഹേലിന് വൻ സാമ്പത്തിക ബാധ്യതയുണ്ടെന്നാണ് വിവരം. പോലീസിനെ ആക്രമിച്ച സംഭവത്തിൽ ഇയാൾക്കെതിരെ മയ്യിൽ പോലീസ് കേസെടുത്തു. സുഹേലിന്റെ കുടുംബം ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി. നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷങ്ങൾ മുടക്കണം? അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോലീപ് നൽകുമ്പോൾ. ഫ്രീ എഡ്യൂക്കേഷൻ, ഫ്രീ പേപ്പർ വർക്ക്, ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്. ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം, സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം. യൂറോലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി, കണ്ണൂർ, തൃശൂർ ആൻഡ് കൊല്ലം.